ഇതാണ് കേട്ടോ എൻ്റെ തറവാട്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞില്ല എൻ്റെ തറവാടിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാമെന്ന്. ഇവിടെയാണ് കേട്ടോ ഞാനൊരു 8 വയസ്സ് വരെ വളർന്നതെല്ലാം. ഇവിടെ ഒരു 3-ാം ക്ലാസ് വരെ സ്കൂളും മദ്രസൊക്കെ പഠിച്ചത് ഇവിടെ തന്നെയാണ്. മുത്തങ്ങ തന്നെയായിരുന്നു സ്കൂളും മദ്രസൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ ചെറിയ അമ്മായിയും ഞാനും തമ്മിൽ ഒരു 3.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെയാണ്, ഈ റൂമിലാണ് എൻ്റെ ഉമ്മച്ചിയും വാപ്പയൊക്കെ, ഉമ്മച്ചിൻ്റെ വാപ്പാൻ്റെ ഒക്കെ റൂമായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് താമസം മാറിയപ്പോൾ പിന്നെ എളാപ്പ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് നടുവകം. ഇതാണ് ഞങ്ങൾ കിടന്നിരുന്ന റൂം കേട്ടോ. ഇതിൽ പായ് വിരിച്ചതിനും ഞങ്ങളും അമ്മായിമാരും, ഞാനും എൻ്റെ അനിയത്തി അമ്മായിമാരൊക്കെ കിടന്നിരുന്നത്. ഇതിപ്പോൾ ഇവർക്ക് അടുത്ത ആഴ്ച ഇവർ വീട്ടിൽ കൂടലാണ്, ഇവർ ടൗണിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ ഇതോട്ടുള്ള സാധനങ്ങളൊക്കെ കെട്ടിയെടുത്ത് വെച്ചത്. ഇത് പിണയാണ് കേട്ടോ ഈ മേലെ കാണുന്നത്. ഇത് മുളയും കൊണ്ട് മെടഞ്ഞിട്ട് മരത്തിന് തൂണ് കൊടുത്ത് പിന്നെ മണ്ണുകൊണ്ടൊക്കെ തേച്ച് ഉണ്ടാക്കിയതാണ്. പണ്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ല് അങ്ങനത്തെ ഓരോ സമയത്ത് ഓരോ കൃഷിയായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിടാൻ വേണ്ടി ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടുത്തെ പഴയ സാധനങ്ങളൊക്കെ ഇടുന്നതാണ്. ഇതൊരു റൂമാണ്. ഇവിടെ മക്കളെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പഴയ ആദ്യത്തെ വീടുകളിലൊക്കെ കാണാൻ ഇങ്ങനെ ഒരു മഞ്ച, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. വീട്ടിലത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതായിരുന്നു ഈ വീട്ടിലത്തെ അടുക്കള. ഇപ്പോൾ അടുക്കളയായിട്ടല്ല ഉപയോഗിക്കുന്നത്, ഇപ്പോൾ പാത്രങ്ങളും അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഇങ്ങോട്ട് ചാർത്തെടുത്തിട്ടാണ് അടുക്കള ഉണ്ടാക്കിയത്. അതും മടലയും കൊണ്ട്, മടല എന്ന് പറഞ്ഞാൽ മുളയല്ലേ, മുളയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. മെടഞ്ഞിട്ട് പിന്നെ അതിലേക്ക് മണ്ണ് തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ വിറകിന് അധികം ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അധികം വരെല്ലാം വിറകടുപ്പിലാണ് ഉണ്ടാക്കുക. ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വിറകടുപ്പിലാണ് ഉപയോഗിക്കുക. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മളെ വീടിൻ്റെ ബേക്ക് വശങ്ങളാണ് കേട്ടോ. ഈ വീട്ടിൽ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വീടിൻ്റെ പുറകുവശമാണ് ഉപയോഗിക്കുന്നത്. മരങ്ങളും കാര്യങ്ങളും പിന്നെ ചക്ക, മാങ്ങ, ബബിളിമോസ് അങ്ങനെ പറഞ്ഞ എല്ലാ തരം മരങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം നല്ല തണലുമാണ്. അപ്പം നമ്മളെല്ലാവരും വന്നാൽ ഇവിടെയാണ് കഥ പറഞ്ഞിരിക്കല്. വീടിൻ്റെ അകത്തേക്ക് അങ്ങനെ ആരും രാത്രി കിടക്കാനോ നിസ്കരിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വീടിൻ്റെ അകത്തേക്ക് പോകുക എന്നല്ലാണ്ട് അധിക സമയം ഈ അടുക്കള വശത്താണ് എല്ലാവരും ചിലവഴിക്കുക. വീടിന് ചുറ്റോറും വലിയ 4 തിണ്ടുകളാണ്. ആ തിണ്ടത്ത് ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനി അകത്തേക്ക് അങ്ങനെ പോവലില്ല, അധികം പുറത്ത് തന്നെയാണ് ഇരിക്കൽ. അപ്പോൾ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിരുന്ന് ചക്കയൊക്കെ തിന്ന് പിന്നെ ചുറ്റുവട്ടമൊക്കെ കണ്ട് ഇനി ഇങ്ങോട്ടേക്കായിട്ടൊരു കൂടാൻ വരുത്തുണ്ടാകുമെന്ന് അറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. മൃഗങ്ങളെ ശല്യം നല്ലോണം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരുള്ളത് കൊണ്ട് പകലൊന്നും ഇല്ലയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആൾത്താമസം കൂടി ഇല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാകും. ആന, കുരങ്ങ്, രാത്രി സമയങ്ങളിലൊക്കെ ആനയൊക്കെ വരാറുണ്ട്.